Yes. Robbery? National Bank lo. Hello. National Bank robbery. എല്ലാ വാഹനങ്ങളും നല്ലപോലെ പരിശോധിച്ചിട്ട് വിടാവൂ. Over. I'm Priya. Priya Ravindran. എവിടുന്ന് വന്നു? കോളേജിൽ നിന്ന്. യൂത്ത് ഫെസ്റ്റിന്റെ റിഹേഴ്സൽ കഴിഞ്ഞു. ഇതിലോ? ഇതിലെന്റെ ഡ്രസ്സ്, പിന്നെ പഴയ ബുക്സ്. തുറന്നു കാണിക്കുന്നതിൽ വിരോധമുണ്ടോ? എന്തിനാ വെറുതെ? പറഞ്ഞല്ലോ, എന്റെ ഡ്രസ്സാ. കാണിക്കൂ, നോക്കട്ടെ. എന്താ മോളെ? കോളേജിൽ റിഹേഴ്സൽ അല്പം വൈകി. വന്നപ്പോൾ ഇദ്ദേഹത്തിന് കിറ്റ് തുറന്ന് കാണുമെന്ന്. എനിക്ക് ആളറിഞ്ഞൂടായിരുന്നു സാർ. പുതിയ ആളാ മോളെ? ഇതെന്താ? കുറെ പഴയ ബുക്സ്. പിന്നെ വണ്ടി എന്ത് ചെയ്തു? വർഷാപ്പ് കിട്ടു. എന്നാ പിന്നെ വല്ല ഓട്ടോ ടാക്സി പിടിച്ച് വരാമായിരുന്നില്ലേ? ആ മിസ്റ്റർ രാജു, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. യെസ് സാർ. അല്ലേ? എസ് പിയുടെ മകളല്ലെങ്കിൽ അകത്ത് കിടന്നേനെ. ഓ പിന്നെ അകത്ത്. പെൺപിള്ളേരിങ്ങനെ രാത്രി ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയാണോ? എന്താ, പോലീസ് പിടിക്കോ? പിടിച്ചല്ലോ. ഇപ്പോഴും കസ്റ്റഡിയിലാണ്. ഇനി കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. വെറുതെ ബുദ്ധിമുട്ടണ്ട കേട്ടോ. നിങ്ങൾ വിചാരിച്ചാലൊന്നും ബാങ്ക് റോബറി ചെയ്തവരെ കിട്ടില്ല. ബാങ്കോ? ബാങ്ക് റോബറിയുടെ കാര്യം പ്രിയ എങ്ങനെ അറിഞ്ഞു? ഡാഡി പറഞ്ഞു. ഡാഡി അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതിന് ഈ നാട്ടിൽ ആരാ അറിയാത്തത്?
റിഹേഴ്സൽ നടക്കുന്നിടത്ത് എത്തി ന്യൂസ്. അത്രയ്ക്കുണ്ടല്ലോ നിങ്ങളുടെ പരാക്രമം. ബാങ്ക് റോബറി ചെയ്തവരെ തിരക്കി ഇനി ഉറക്കം കളയണ്ട. അവരിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവും. സേഫ് ആയിട്ട് ഈ രാത്രി ഞാൻ ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ. പോയി കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എവിടെയായിരുന്നു ഇത്രയും നേരം? പറഞ്ഞിട്ടാണെന്നോ പോയത്? റിഹേഴ്സൽ തീരാൻ വൈകുന്നു. വൈകുന്നതിനൊരു കണക്കല്ലേ? ഒരു കാര്യത്തിന് പോയാൽ അത് കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റൂ. പെൺകുട്ടിയാണെന്ന വിചാരം ഉണ്ടോടി നിനക്ക്? പെൺകുട്ടിയായാലെന്താ, ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? ആ, അതും സംഭവിക്കും. അതൊക്കെ പണ്ട് മമ്മിയുടെ ചെറുപ്പകാലത്ത്. നിന്റെ കോളേജുകാർക്ക് ഈ റിഹേഴ്സലും കൊണ്ടുപോക്കെ ഇതൊക്കെ നേരത്തെ തീർത്തൂടെ? Congratulations. ഹലോ, ആ കാണാ എന്നെ. എന്താ കുഴപ്പമില്ലാതെ എത്തിയല്ലോ? ഓ യെസ്, പോലീസ് ആമ്പടിയോടെ തന്നെ. ആ, നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയാമോ? ആ, നമ്മൾ ആരും ഒന്നും ഇവിടുന്ന് പോകണ്ട. വെളുപ്പിനെ പോയാ മതി. എവിടെ നോക്കിയാലും പോലീസാ. സംശയം തോന്നിയാൽ ആരെയായാലും അറസ്റ്റ് ചെയ്യും. അതിനിടയില്ല കിറ്റും തൂക്കിക്കൊണ്ട് നിന്റെ മോടെ ഒരു വരവ്. നിങ്ങൾ തന്നെ അവളെ ഇങ്ങനെ ആക്കിയത്. എല്ലാം അവളുടെ ഇഷ്ടത്തിന്. യൂത്ത് ഫെസ്റ്റിവലിന് പോകണ്ടെന്ന് ഞാൻ അവളെ വിലക്കിയില്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു പോകാൻ? അതിന് രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയണോ? സരസ്വതി, നീ അവളെ ഒന്ന് ഉപദേശിക്ക്. നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്താൽ മതി. പെൺകുട്ടികളെ അമ്മമാർ ഉപദേശിക്കുന്ന നല്ലത് അല്ലേ? എനിക്ക് പാല് വേണ്ട, ഒന്നും വേണ്ട. നീ പൊയ്ക്കോ. കുഞ്ഞിനെ കുറിച്ചോണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, എന്താ നിങ്ങളെ ഞാൻ ശരിയാക്കി തരട്ടെ? വേണ്ട, ഞാൻ ശരിയാക്കിക്കൊള്ളാം. നീ പൊയ്ക്കോ. അപ്പൊ പാല് വേണ്ട, നീ കുടിച്ചോ. ഞാൻ കുടിച്ചിട്ടാ. നിമി, അച്ഛനല്ലേ ഇവിടെ? ഉണ്ട്. വിളിക്കേ. ഡാഡി അന്വേഷിച്ചു പോലീസ് വിളിക്കുന്നു. ബാങ്ക് റോബറിയെ കുറിച്ച് എനിക്ക് ചില വിവരങ്ങൾ കൂടി അറിയാനുണ്ട്. ഇന്നലെ രാത്രി ഞാൻ എല്ലാം പറഞ്ഞല്ലോ. പോരാ, ഐ വാണ്ട് സം മോർ ഡീറ്റെയിൽസ്. റോബറിയോ മറ്റും നടന്നാൽ ആളെ കണ്ടുപിടിക്കാനായി സ്ട്രോങ് റൂമിൽ വീഡിയോ ക്യാമറ അല്ലാതെ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നോ? ഇല്ല, ക്യാമറയിലെ കാസറ്റ് ഇന്നലെ തന്നല്ലോ. അതിലൊന്നും വ്യക്തമല്ല. എന്തോ എനിക്കറിഞ്ഞൂടാ. ഒരു പക്ഷേ ക്യാമറയ്ക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചിരിക്കാം. എനിക്ക് വേറെ ചില വിവരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. എന്താ? ഒരു മധുവിനെ പരിചയമുണ്ടോ? ഇല്ല, എനിക്ക് പരിചയമില്ല. കള്ളം.
നിങ്ങൾക്ക് അയാളെ പരിചയമുണ്ട്. നിങ്ങൾ തമ്മിൽ അടുപ്പവുമാണ്. ഇല്ല, എനിക്കറിയില്ല. ഇതാണ് മധു. ഇയാളെ പരിചയമുണ്ടോ? ഇല്ല. പരിചയപ്പെട്ടിരിക്കേണ്ടതാണല്ലോ. ഒരു വലിയ ബിസിനസ്മാൻ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഓമനപുത്രൻ. തിരുവനന്തപുരത്ത് ബാങ്ക് റോബർ നടത്തിയത് ഇയാളല്ലേ? 1.5 കോടി രൂപ കേസ് വെറുതെ കിട്ടും. ഇപ്പൊ അറിയോ? ഇല്ല. ഇയാളുടെ വെപ്പാട്ടി റീത്തയെ അറിയോ? ഒരു ക്യാബറേ ഡാൻസർ. ഇല്ല. കൂടെ കിടക്കുന്ന പെണ്ണുങ്ങളെ ഇത്ര വേഗം മറക്കരുത്. കാക്കിയിട്ടതുകൊണ്ട് എന്തും പറയാമെന്നാണ്. എന്നെ അവമാനിക്കരുത്. മാന്യനാണെന്ന് തെളിവാണല്ലോ ഈ ഫോട്ടോസ്. മധു അവന്റെ കീപ്പിനെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വിട്ടു തന്നിട്ടുണ്ട്. ഒരു പെണ്ണും നിങ്ങൾ തമ്മിലുള്ള അഫയേഴ്സ് അത് തികച്ചും പേഴ്സണലാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് ദിസ് ഗേൾ റീത്ത, ഇവൾ കൂടി പ്രതിയായിരുന്നു തിരുവനന്തപുരം ബാങ്ക് റോബറിയിൽ. ഒരാൾ കൂടിയുണ്ട്, സുനിൽ. മിസ്റ്റർ ബാലു, മധു നിങ്ങളോട് പണം ആവശ്യപ്പെട്ടിരുന്നില്ലേ? ചോദിച്ചു കേട്ടില്ലേ? പണം ആവശ്യപ്പെട്ടിരുന്നില്ലേ? ഉവ്വ്. എന്നിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞു? എന്റെ ബാങ്കിന് ഞാൻ ചീറ്റ് ചെയ്യില്ല. இதுல என்ன சீட்டிங் இருக்கு? எல்லாம் சின்ன அட்ஜஸ்ட்மெண்ட் தான். உங்க பேங்க்ல இருந்து 10-15 லட்சம் என்கிட்ட நீங்க தர போறீங்க. நாளைக்கு காலையில பேங்க் திறக்கிறதுக்கு முன்னாடி அதை உங்ககிட்ட நான் திருப்பி தர போறேன். as simple as that. വേണ്ട മിസ്റ്റർ മധു, സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിലും. ஆட போங்கய்யா. லோக்கல் பேங்க்ல பணத்தை கொடுக்க இவ்வளவு பயப்படுறீங்க. ஃபாரின் பேங்க்ல எவ்வளவு பணம் தரான், அதெல்லாம் திருப்பியா தரோம். சரி, அதை விடுங்க. வேற ஒரு நல்ல ஐடியா சொல்றேன். பேங்க்ல என்னைக்கு நிறைய பணம் இருக்கோ அன்னைக்கு ராத்திரி யாரோ உள்ள போந்து கொள்ளடிக்கிறாங்க. துப்பாக்கியோ பாம் சத்தமோ இல்லாம ஸ்ட்ராங் ரூம சாவி வச்சு திறக்கிறாங்க. மேனேஜர் சார், நீங்க எனக்கு பெரிய உதவியெல்லாம் பண்ண வேணாம். சின்ன ஹெல்ப் பண்ணா போதும். அந்த ஸ்ட்ராங் ரூம் சாவிய 1 மினிட் என்கிட்ட கொடுங்க. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് திருப்பி കൊടുത്തുറേ. വേണ്ട മധു, വേണ്ട. കേട്ടിട്ട് തന്നെ ഭയമാകുന്നു. എന്നെ ഇതൊന്നും കേട്ടില്ല. ഉന്നെ യാരിയാ ബാങ്ക് മാനേജർ ആക്കണ? പ്ലീസ് ഡാർലിംഗ്, യെസ് എന്ന് പറയൂ. നോ റീത്ത, നോ. പിന്നെ എന്റെ കൂടെ കിടന്നപ്പോ എന്തെല്ലാം പറഞ്ഞു? ബാങ്കിന്റെ എല്ലാ സഹായവും ചെയ്തു തരാമെന്നൊക്കെ. നിയമപരമായ സഹായമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കൂടെ കിടന്നത് നിയമപരമായിട്ടല്ലല്ലോ. ഐ ആം സോറി. എന്നിട്ട്? പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. ബാക്കി ഞാൻ അങ്ങോട്ട് പറയാം. ഈ ഫോട്ടോകളുമായി മധു നിങ്ങളുടെ വീട്ടിൽ വന്നു. നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ട്രോങ് റൂമിന്റെ താക്കോൽ വാങ്ങി. ബാക്കി നിങ്ങൾ പറ. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എണിക്കടോ, എണിക്കടോ. ബാക്കി ഒരു പതിപ്പിക്കും. ആകെ കുഴപ്പമായി. എന്താടി? ഡാഡി പോലീസ് പിടിച്ചോണ്ട് പോയി. ഇതുവരെ വിട്ടിട്ടില്ല. വെറുതെ എന്റെ ഡാഡി. ഞാൻ പോലീസിൽ ചെന്ന് കുറ്റം സമ്മതിക്കാൻ പോവാ. കുറ്റം സമ്മതിക്കാനോ? അതെ. എന്നിട്ട് ഞങ്ങളെല്ലാം പോലീസിൽ ഇല്ല. നിങ്ങൾ ആരുമില്ല. ഞാൻ തനിച്ച പണം എടുത്തെന്ന് പറയാം. ബാക്കി അവര് പറയിപ്പിച്ചോളൂ. പിന്നല്ലാതെ എന്റെ ഡാഡിയെ അവർ. അതിന് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ കരയാതെ. നീ കരയാതെ. ഞാനില്ലേ? വാ. ഡാഡി, എന്താ ഇത്? ഇവളുടെ ഡാഡിയെ രാജു പിടിച്ചോണ്ട് പോയി. എന്തൊരു ഉപദ്രവമാണ് അയാളെ കൊണ്ട്. അത് അയാളുടെ ഡ്യൂട്ടി അല്ലേ മോളെ? ഒന്നും അറിഞ്ഞൂടാത്തവർ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നതാണോ ഡ്യൂട്ടി? അതിന് കൂട്ടു നിൽക്കാൻ ഡാഡി. അയാൾ വല്ലാതെ ആള് കളിക്കുന്നുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ അല്ലേ? അയാൾക്ക് എന്തെല്ലാം തെളിവുകൾ ശേഖരിക്കാനുണ്ടാവും? അതെ, ഇങ്ങനെയാണ് തെളിവ് ശേഖരിക്കുക. നിരപരാധികളെ വിഷമിപ്പിച്ചിട്ട് പോലീസ് കൊണ്ടുപോയെങ്കിൽ വിടണമെന്ന് പറഞ്ഞാ പോരെ? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഈ ദേഷ്യവും പരിഭ്രമവും ഒക്കെ കുറ്റവാളികൾക്കല്ലേ ഉണ്ടാകേണ്ടത്? എന്നാ ഞാനാ ബാങ്ക് കുത്തി കവർന്നത് എന്നാണോ പറഞ്ഞത്? പിന്നെ അല്ലാതെ. നിമ്മി, മോള് വിഷമിക്കണ്ട. ഡാഡിയെ വിട്ടയക്കാൻ ഞാൻ പറഞ്ഞേക്കാം.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മധു ഇല്ലേ എവിടെ? ഇരിക്കൂ. സോറി, മധു ഇല്ലേ എവിടെ? ഉണ്ടല്ലോ. ഹലോ, പ്ലീസ് സിറ്റ് ഡൗൺ. നോ താങ്ക്സ്. தேங்க்ஸ் சாப்பிடுறியா? നോ. சிகரெட்? നോ. எல்லாத்துக்கும் நோ. எதுக்குதான் எஸ்ன்னு சொல்லுவீங்க? ஏமா நீ எப்படி இன்ஸ்பெக்டர் ஆன? ചില വിവരങ്ങൾ അറിയാനുണ്ട്. என்கிட்ட இருந்தா? അതെ, നാഷണൽ ബാങ്കിലെ റോബറിയെ കുറിച്ച്. எனக்கு ஒண்ணும் தெரியாது. ബാങ്ക് മാനേജർ എല്ലാം പറഞ്ഞു. சார், எங்க ஃபேமிலி ட்ரேட்மார்க்கே அப்படி. தமிழ்நாட்டுல எங்களை வில்லனா நினைச்சுக்கிட்டு இருக்காங்கன்னு தான் நான் இங்க வந்தேன். இங்க வந்து இதே சந்தேகமா? இந்த பாருங்க இன்ஸ்பெக்டர் சார், எனக்கும் இந்த பேங்க் ராபரிக்கும் எந்தவித சம்மந்தமும் கிடையாது. നിങ്ങൾക്ക് ബാലുവിനെ പരിചയമുണ്ടോ? ഇല്ല. പരിചയമുണ്ട്. അയാളുടെ ഒരു വീക്ക്നെസ് ആണ് നിങ്ങൾ. അയാൾ എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ? You're creating a story. It's very interesting. ബോംബെയിൽ, തിരുവനന്തപുരത്ത്, അങ്ങനെ എത്ര സ്ഥലത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് അറിയാം. പല കേസും വിട്ടുപോയി. ഈ കേസിൽ നീ ശിക്ഷ വാങ്ങും. നടക്ക്. எவ்வளோக்கு? സ്റ്റേഷനിലേക്ക്. வரலன்னா ഞാൻ കൊണ്ടുപോകും. மிஸ்டர், இந்த காக்கி சட்டைக்கு பயந்த ஆளு நான் இல்ல. നടക്കണം. ஓமேன். கவலைப்படாத. ஐயோ, ஏம்மா நான் உள்ள வரட்டா? எல்லா ஊர்லயும் இங்கிலீஷ் தானா? ஆமா. சார், நான் உள்ள வர மாட்டேன். உள்ள வந்தா எனக்காக போன் வரும். அப்புறம் திருப்பி என்ன வெளியே அனுப்புவீங்க. எப்படி வசதி? அது கூட எனக்காக தான் போன் பண்ணி அடிக்குது. ഇതായി കൊടുക്കാം സാർ. സാർ, ഫോൺ. ഹലോ, ഞാനാ സാർ, രാജു. ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ സാർ. സാർ, സാർ, ശരി സാർ. നിങ്ങൾക്ക് പോകാം. ஏதோ டீடைல்ஸ் வேணும்னு கேட்டீங்களே, உள்ள போலாமா? ഇയാളെ കൊണ്ട് വിടാൻ പറ. லோக்கல் ஜிப்ல எல்லாம் போக மாட்டேன். ஃபாரின் கார்ல தான் போவேன். என் கார் வரும். பாத்தியா, நம்ம கார் வந்துருச்சு. அவர்கிட்ட சொல்லி வை, பெரிய மனுஷங்கிட்ட எப்படி நடந்துக்கணும்னு. நாங்க இங்க வந்தா எங்க கௌரவம் போயிடாது, போலீஸ் ஸ்டேஷன் கௌரவம் தான் போயிடும். புரியுதா? தலையாடுற, பதில் சொல்லியா? எஸ், கம் இன். യുവർ റെസിഗ്നേഷൻ? യെസ്. ഞാൻ പ്രതീക്ഷിച്ചു. സാർ എന്തിനാ പ്രതിയെ വിടാൻ പറഞ്ഞു? മുകളിൽ നിന്നുള്ള പ്രഷർ. അയാളെ വിടാൻ പറഞ്ഞതിനാണ് റെസിഗ്നേഷൻ. എങ്കിൽ ഞാനല്ലേ ഇത് ചെയ്യേണ്ടത്? സാർ, മുകളിൽ നിന്നുള്ള ഈ ഇന്റർഫിയറൻസ് ഉണ്ടാകും, പല സ്ഥലത്തു നിന്നും. അയാൾ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളല്ലേ. അവരെയൊക്കെ അങ്ങനെ ഓടിപ്പോയി അറസ്റ്റ് ചെയ്യരുത്. എല്ലാ തെളിവുകളും ഒപ്പിച്ചു വെച്ചിട്ട് ട്രാപ്പ് ചെയ്യണം. രക്ഷപ്പെടാൻ അവസരം കൊടുക്കരുത്.
എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ അതിജീവിക്കണം. അവിടെയാണ് പോലീസിന്റെ സത്യസന്ധത, ധീരത, ഇന്റലിജൻസ്. ഭരിക്കാൻ പാർട്ടികൾ മാറി മാറി വരും. നമ്മുടെ ഉത്തരവാദിത്വം ജനങ്ങളോടാണ്. കാസറ്റ് കണ്ടോ? 2 പ്രാവശ്യം കണ്ടു. പ്രൊഫഷണൽ ക്രിമിനൽസ് അല്ല ഇത് ചെയ്തിരിക്കുന്നത്. ശരി, നമുക്ക് ഒരുമിച്ചിരുന്ന് ഒന്നുകൂടെ കാണാം. ഓക്കെ സർ. അപകടമാണ് കേട്ടോ രാജുവുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട്. ഇതൊക്കെ ഒരു വേലയല്ലേടി. പോലീസിന്റെ വിവരങ്ങൾ അറിയാനാ ഞാൻ കൂടെ നടക്കുന്നത്. അല്ലാതെ എനിക്ക് അയാളോട് ഒരു ആത്മാർത്ഥമില്ല. എത്ര സമാധാനമായിട്ട് നടന്നവരാ നമ്മള്. സത്യം പറഞ്ഞ എനിക്ക് ഉറക്കമില്ല. എപ്പോഴാ പോലീസ് തേടി വരുന്നെന്നാ ഇപ്പോ പേടി. അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ പോയി തൂങ്ങിച്ചാക്. ആരും ചാകണ്ട. പോലീസിന്റെ അന്വേഷണം മുഴുവൻ വഴിതെറ്റിയിരിക്കുകയാണ്. നൗ വി ആർ സേഫ്. കം ഓൺ. ഇതൊരു ബോറ് കുളി പാട്ടൊക്കെ പാടാൻ പറയാം. ആരാ വരുന്നത്? നിന്ന് കാണാൻ തോന്നുന്നു. ഞാൻ ഇവിടെ ഒരു സ്നേഹിതനെ അന്വേഷിച്ചു വന്നതാ. ആ, അല്ലാതെ പെമ്പിള്ളേര് കുളിക്കുന്നത് കാണാൻ വന്നതല്ല കേട്ടോ. ഞാൻ പോയേക്കാം. നില്ലുന്നില്ല, ഞാൻ കൂടെ വരുന്നു. എനിക്കൊരു ഐസ്ക്രീം. ഓക്കെ ബൈ. ഇനി നമുക്ക് പതുക്കെ പോവാം. വരൂ. കൈതാടി നീ പോ. പതുക്കെ രാജു, താടി വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. താടി ഉണ്ടായിരുന്നു പണ്ട്. തല കൂടി മുട്ടടിക്കണമെന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. സീരിയാകാൻ പോവാണോ? ബാങ്ക് റോബറിയെ കുറിച്ച് വല്ല തുമ്പും കിട്ടിയോ? നിങ്ങളുടെ രാമായണം പാലെ ഒരു ദിവസം റിഹേഴ്സൽ കാണുമല്ലോ. അതൊക്കെ കാണാം. ഇത് പറഞ്ഞില്ലല്ലോ. വല്ല തുമ്പും കിട്ടിയോ? അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണല്ലേ. ബാലെ എത്ര മണിക്കൂർ ഉണ്ടാവും? 2. ബാങ്ക് റോബറിക്ക് എന്തായിരിക്കും ശിക്ഷ? രാമായണത്തിൽ ലക്ഷ്മണന്റെ വേഷമാണല്ലേ. ലക്ഷ്മണന് പൂച്ചക്കണ്ണുണ്ടായിരുന്നു. ഇല്ലെന്നാര് പറഞ്ഞു? ആ, ഇത് പറഞ്ഞില്ലല്ലോ. ബാങ്ക് റോബറി എന്തായിരിക്കും ശിക്ഷ? എന്താ ബാങ്ക് കവർ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അയ്യോ, ഞാനോ? ഓ, ഈ റോബറിയിൽ വ്യക്തമായി ആരെയെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഫെസ്റ്റിവലിന് പോകുമ്പോൾ വല്ലതും വാങ്ങാൻ ഡോളറോ മറ്റോ വേണമെങ്കിൽ പറയണം. സിംഗപ്പൂരിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഓ, ഒന്നും വേണ്ട. ഈ കേസ് പോലീസ് പിടിക്കൂ. പിന്നെ ആരാ പിടിക്കുക? നിങ്ങൾ യൂത്ത് ഫെസ്റ്റിലൊക്കെ കഴിഞ്ഞു വരുമ്പോ കേസ് പിടിച്ച വകയിൽ ഒരു പ്രൊമോഷനൊക്കെ ആയിട്ടായിരിക്കും സാർ ഇവിടെ ഇരിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ആ, പിന്നെ ഞാനൊരു സ്വകാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയോ? ഇല്ല. എന്താ? അല്ലെങ്കിൽ വേണ്ട. എന്താ പറയൂ. എന്തായാലും ആരോടെങ്കിലും? ഇല്ല, ആരോടും പറയില്ല. നീയാണ് സത്യം. അത് പിന്നെ ഞങ്ങൾക്ക് കുറെ ഡോളർ ഏർപ്പാടാക്കി തരുമോ? നിങ്ങളുടെ ഫ്രണ്ട് മധു വിചാരിച്ച നടക്കുമല്ലോ. പണം ഇവിടെ തരാം. ഡോളർ സിംഗപ്പൂരിൽ കിട്ടണം. ഏറ്റു. എത്ര വേണം? കുറെ വേണം. എന്നാലും 10 lakhs. ലാക്സ്? ലക്ഷം? എന്താ, ഞങ്ങൾ വിചാരിച്ച അത്രയും ഉണ്ടാവില്ലേ? ഇല്ല. ഉണ്ടാക്കിന്ന് വെച്ചോ. അപ്പോ തല്ലുകൊള്ളാൻ ചെണ്ട, പണം വാങ്ങാൻ മാരാര്. എന്താ? പോലീസിന് സംശയം ഞങ്ങളെ, പണം നിങ്ങളുടെ കയ്യിൽ. എന്താ ഈ പറയുന്നേ? ബാങ്ക് കുത്തി തുറന്ന് പണമെടുത്തത് നിന്റെ ഡാഡി തന്നെയാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നല്ല. വെറുതെ വേണ്ടാത്തൊന്നും പറയല്ലേ. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഹേയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഡോളർ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. ആരും അറിയരുത്. ഇല്ലെന്നേ. എന്നാ വേണ്ടത്? ഞാൻ പറയാം. ആ. യൂത്ത് ഫെസ്റ്റിവലിന് പോകാനുള്ള സമയമെടുത്തു. എവിടെ? ഡോളർ ഇടപാട് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തായി? ഞാൻ ഏർപ്പാട് ചെയ്തു. ആരോട്? ആളെ അറിയുന്ന എന്തിനാ? പണം എന്റെ കൈ തന്നാ മതി. ഡോളർ സിംഗപ്പൂരിൽ കിട്ടും. വല്ല വില്ലന്മാരുടെ അടുത്ത് നിന്ന് കുമ്പസാരിച്ചോടി. ഏയ്, സാക്ഷാൽ ഹീറോ. എന്നാലും ആരാ? ഞങ്ങളോട് ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. സുനിലിനോടാ ഞാൻ പറഞ്ഞേ. സുനിൽ, നിന്നോട് ആര് പറഞ്ഞു അയാളോട് എന്ന് പറയാൻ? അപകടമായി.
അവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. സുനിൽ അങ്ങനെയുള്ള ആളല്ല. ഇല്ല, പിന്നെ തേന. നീ ബാങ്ക് റോബറിയെ കുറിച്ചോ മറ്റോ അതൊന്നും പറഞ്ഞില്ല. പറഞ്ഞ നിന്നെ കൊന്നോളെ. അങ്ങനെ തെളിയിച്ചൊന്നും പറഞ്ഞില്ലെന്നേ. ഡോളറിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു, അത്ര തന്നെ. ഇതൊരു കുരിശാകാതിരുന്നാ കൊള്ളാം. അവന്മാരാരാ? നാളെ ഈ കാശ് തിരക്കി അവര് വരും. പോലീസിനേക്കാൾ പേടിക്കേണ്ടത് ഇപ്പൊ അവരെയാണെന്നാ തോന്നുന്നത്. ഇല്ലെന്നേ, സുനിൽ നല്ല ആളാ. ശരി, ഞാൻ നാളെ കാണുമ്പോ തമാശ പറഞ്ഞാണെന്ന് പറയാം. അയാൾ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കും. നീ ഒരു അക്ഷരം പറയരുത്. ഇല്ല. നിനക്കാ ഗൾഫിൽ നിന്ന് വേണുവിന്റേതാ. ഈ അവധിക്ക് അവൻ വരുമ്പം അവരുടെ കല്യാണം നടത്തണം. അവളുടെ പഠിപ്പൊക്കെ കഴിയട്ടെ. പഠിച്ചു നോക്കാൻ മതി. പ്രിയപ്പെട്ട രമയ്ക്ക്, നീ യൂത്ത് ഫെസ്റ്റിവലിന് പോവുകയാണല്ലോ. ഇന്നലെ പെട്ടെന്ന് ഒരാശയം തോന്നി. നീ പോകുന്നതിന് മുമ്പ് അവിടെ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന്. ഇന്നലെ തന്നെ ഞാൻ കമ്പനിയിൽ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു. മിക്കവാറും ലീവ് കിട്ടുമെന്ന് തന്നെ കരുതുന്നു. ഒരുപക്ഷെ എന്റെ രമയെ യാത്ര അയക്കാൻ എയർപോർട്ടിൽ ഞാനും ഉണ്ടാവും. എന്റെ പൊന്നി കരളേ മുത്തേ, ഏതെങ്കിലും ഒരു കഴിവേറി എനിക്കിങ്ങനെ ഒരു ലെറ്റർ എഴുതിയിരുന്നെങ്കിൽ. പൊന്നെ തന്നെ വിളിച്ചിരിക്കുന്നത്. ഓ, ആ വിളി കേട്ടിട്ട് ത്രില്ലാവുന്നടി. ആ വായിക്ക്. ഞാൻ അവിടെ നിന്നും പുറപ്പെടുമ്പോൾ നീ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നല്ലോ. എനിക്കത് തരാൻ കഴിഞ്ഞില്ല. ഞാൻ എയർപോർട്ടിൽ നിന്നും വരുന്ന വഴി നിന്റെ വീട്ടുപടിക്കൽ കാറ് നിർത്തിയിറങ്ങും. എന്നിട്ട് നിനക്കത് തന്നിട്ടേ എന്റെ വീട്ടിലേക്ക് പോകൂ. ഗൾഫിൽ നിന്നും നിനക്ക് കൊണ്ടുവരുന്നത് എന്താ? ഇറ്റ് ഇസ് സോ സിമ്പിൾ ബട്ട് പ്രഷ്യസ്. എന്നാലും എന്താ? ഇത് തന്നെ. സാരിയും ഫ്രെയിമൊക്കെ കൊണ്ടുവരും എല്ലാരും ഗൾഫിൽ നിന്ന്. ഇവക്ക് ഉമ്മയാ. അതാണ് ഗൾഫ് ഉമ്മ. അപ്പൊ വേണു വന്ന് നിനക്ക് ഉമ്മ തന്നിട്ടേ നിന്നെ യാത്രയാക്കും. ഇന്നാ ബാക്കി വായിച്ച് സൂചിച്ചു. ഇങ്ങതാ, ഞാൻ വായിക്കാം. എന്നെ വായിക്കും. ഞാൻ വായിക്കും. ഞാൻ വായിക്കാം. ചുമ്മാ ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. നമ്മളെ തിരിക്കായിരിക്കും. നമ്മളിപ്പോ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തല്ലേ ഉള്ളൂ. നീ ചുമ്മാരിയടി. 4 പെമ്പിള്ളേരെ പറ്റിച്ചത് പറ്റിക്കില്ലേ? പോലീസ് കണ്ണും കെട്ടി കറങ്ങല്ലേ. വാ. ആ, റൂം നമ്പർ 108 ആണ്. താങ്ക്സ്. ആരോ എന്തോ കത്തിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് ആ മുറിയെടുത്തിരുന്നത് ആരാണ്? പ്ലീസ്. എങ്ങനെ
നാളെ പോകുന്നുണ്ടോ? നാളെ വേണ്ടിയല്ലേ? ശരി. റീത്ത എവിടെ? എന്ത് വേണം? ഒന്ന് കാണണം. മേക്കപ്പ് അടിക്കാണ്. അതിനെന്താ? എനിക്ക് അവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? മേക്കപ്പ് അടിക്കാണെന്ന്. ആരും കാണാത്തൊന്നുമല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും ഊരിടണം. മാള മാള വലിയ ഇൻഫ്ലുവൻസ് ഉള്ളവരല്ലേ? ഒരു രാത്രിയിൽ നീ ഇവിടെ കിടക്ക്. ആര് ഫോൺ ചെയ്യാലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഞാൻ വിചാരിച്ച ഡോളറിന്റെ കാര്യം നടക്കില്ല. മറ്റാരും ഏൽപ്പിക്കാനും നിവർത്തിയില്ല. അപ്പോ ഇത്രയും പണം കുത്തിക്കവർന്ന് കൊണ്ടുവന്നത് വെറുതെ ആകുമോ എന്നാ തോന്നുന്നത്. വേണ്ടായിരുന്നു, മുഴുവനായിപ്പോയി. ഇപ്പോഴാ തോന്നുന്നത് എല്ലാം കഴിഞ്ഞപ്പോ. എനിക്കാണെങ്കിൽ മാനസികമായി മറ്റൊരു കുഴപ്പം. എന്താ? ഒളിക്കാനൊന്നുമില്ല. രാജുവിനെ ചീറ്റ് ചെയ്യാനാ അയാളുടെ കൂടെ കൂടിയത്. ഇപ്പോ എന്റെ മനസ്സ് എന്നെ തന്നെ ചീറ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ല. എന്തോ അയാളോടൊരടുപ്പം, ഒരിക്കലും പിരിയാൻ കഴിയാത്ത രമയെ പോലെ. യെസ്. ഓഹോ, അത്രയ്ക്കായോ? ഇനി പ്രോമിസ്? ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ രാജുവിനോട് സത്യം പറഞ്ഞേനെ. നീയാ ഇതൊക്കെ ചെയ്യിച്ചത്. ഞങ്ങൾ ജയിലിൽ കയറ്റരുത്. ഒരിക്കലും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ കുറ്റത്തിന് മുഴുവൻ ശിക്ഷയും ഞാൻ ഏൽക്കും. ഏതാ ഈ സ്ഥലം? ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ്. നിങ്ങളുടെ കൂട്ടുകാരിയില്ലേ പ്രിയ? അവളിവിടെ കുടുംബത്തോടെ ചിലപ്പോ ഒന്ന് താമസിക്കാറുണ്ട്. ആ, അവള് പറയാറുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച്. അതിതാണോ? ആ, വാ. ഇതാണ് ഇവിടുത്തെ വാച്ചർ കേശു. എന്താ നിന്ന് കളഞ്ഞത്? വാ. വാ, ഇരിക്കേ. ഇന്ന് നമ്മൾ ഇവിടുന്ന് പിരിയുന്നത് ഒരിക്കലും മറക്കാത്ത കുറെ ഓർമ്മകളുമായിട്ടായിരിക്കും. ഹായ് സുനിൽ, ഇന്നെന്താ കറക്കൊന്നുമില്ലേ? ഇന്നലെ ഏതോ ഒരു പെണ്ണുമായിട്ട് ഞാൻ അറിഞ്ഞു. ഏതാ പുതിയ തിരക്കാ? ഏയ്, പഴയത് തന്നെ. ആ ബാങ്ക് മാനേജറുടെ മോള്. എന്തിനാ അവളെ കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നത്? കാര്യമുണ്ട്. പക്ഷേ നിന്നോട് പറഞ്ഞ ഉടനെ ആ മധുവിന്റെ ചവിട്ടിലെത്തിക്കില്ലേ? ആ,
അങ്ങനെ എല്ലാം ഒന്നും എത്തിക്കില്ല. സൂക്ഷിക്കേണ്ടതാണെങ്കിൽ മനസ്സിലിരിക്കും. ചിലപ്പോ നിന്റെ സഹായം വേണ്ടിവരും. 10-30 ലക്ഷം രൂപയുടെ കാര്യമാണ്. കിട്ടിയ 50-50. ബാങ്ക് റോബറി ആ കാശായിരിക്കും. ആ അത് തന്നെ. നമ്മൾ പ്ലാനിട്ടു. ബാങ്ക് മാനേജർ സുന്ദരമായിട്ട് അതങ്ങ് തട്ടി. ആ പെണ്ണിന് ഈ വിവരങ്ങളൊക്കെ അറിയാം. മധു ഇത് വിട്ട കേസാ. പോയത് പോട്ടെ. കേസിൽ കുടുങ്ങാതിരുന്നാ മതിയെന്നാ മൂപ്പരുടെ വിചാരം. തിരുവനന്തപുരത്തെ ബാങ്ക് റോബറി 10 പൈസ നമുക്ക് കിട്ടിയോ? എത്ര ലക്ഷം അയാൾ ഒറ്റയ്ക്കടിച്ചത്? ഈ കാര്യം അയാൾ അറിയരുത്. ഞാൻ പറയില്ല. ഏത് ഫ്രോഡിനും കൂടെ കിടക്കുന്ന പെണ്ണിനോട് ലേശമെങ്കിലും സിൻസിയാരിറ്റി കാണുമല്ലോ. ഇത് അതുമില്ല. അയാളുടെ കാര്യസാധ്യത്തിനെല്ലാം ഞാൻ നിന്ന് കൊടുക്കണം. എനിക്കെന്ത് വെറുപ്പാണെന്ന് ആ മനുഷ്യനെ. പിന്നെന്തിനാ കൂടെ കഴിയുന്നത്? നമുക്ക് രണ്ടുപേർക്കും അയാളെ വിട്ടു പോകാൻ പറ്റുമോ? ഒരുക്കി ഇട്ടിരിക്കല്ലേ നമ്മളെ. കുറെ കാശ് കിട്ടിയിരുന്നെങ്കിൽ. എന്താ നിന്ന് കളഞ്ഞത്? ഒരുപക്ഷെ ഞങ്ങൾ റഷ്യയിലും കൂടെ പോയേക്കും. രാമായണമായിട്ട് ഒരു കൾച്ചറൽ പ്രോഗ്രാം പോകേണ്ടി വരുമെന്ന പ്രിൻസിപ്പാൾ പറഞ്ഞത്. അപ്പൊ കുറെ പെൺപിള്ളേരുടെ ഈ വർഷത്തെ പഠിത്തം പോയി നഷ്ടം. അങ്ങനൊന്നുമില്ല. എന്നാ പോകുന്നത്? നെക്സ്റ്റ് മന്ത് 19th. ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? എനിക്കോ? ഒരു സമ്മാനം. ഒന്നും വേണ്ട. പോയി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു സുഖമായി തിരിച്ചെത്തിയാൽ മതി. ചേച്ചി ചോക്കോണാ? ഇവിടെ പേരെഴുതിയ വേഗം കല്യാണം നടക്കും. എന്താ വില? 10 പൈസ. വേണ്ടെന്നെന്താ? വാ. എന്റെ പേര് എഴുതിയാൽ പിന്നെ ഒരു പേരെഴുതാൻ ആളില്ലല്ലോ. എഴുതി നോക്കൂ. എന്റെ ഹൃദയമാണത്. ഏതെങ്കിലും ഒരു പെണ്ണ് ഇതിനകത്ത് അവളുടെ പേരെഴുതിയാൽ ഞാൻ അവളെ തേടിപ്പിടിച്ച് വിവാഹം കഴിക്കും. സാർ, ഇത് രണ്ടും നിന്നയുടെ കൈയക്ഷരമാണ്. സുനിത, ഇതൊരു കള്ളപ്പേരാണ്. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അങ്ങനെ ഒരാളില്ല. സുനിൽ അവളുടെ ലവറാണ്. തിരുവനന്തപുരം ബാങ്ക് റോബറിയിൽ അവനും പ്രതിയായിരുന്നു. ഒരു കള്ളപ്പേര് എഴുതാൻ ആലോചിച്ചപ്പോ സുനിലിനോട് കാണുമ്പോൾ പേരാണ് അവളുടെ മനസ്സിൽ വന്നത്. സുനിത. അവിടെയും അവൾക്ക് തെറ്റുപറ്റി. തീക്ക് വെട്ടില്ല. നോക്കൂ, ഇപ്പൊ സുനിലായില്ലേ? സുനിലിന് ബന്ധമുണ്ടെങ്കിൽ മധുവും റീത്തയും കൂടി ഉണ്ടാവും. തീർച്ച.
നിന്നെ കരുവാക്കി അവർ സ്ട്രോങ് റൂമിന്റെ താക്കോൽ എടുത്ത് കാണും. ബാങ്ക് റോബറിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്കറിയാൻ കഴിയും. എങ്കിൽ ആ കുട്ടി അറസ്റ്റ് ചെയ്യും. സർ, എനിക്കെന്തോ വല്ലാതെ അപ്സെറ്റ് ആകാതെ. ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ പിന്നെ വാ. കേശുട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് മിന്നി. ഇവളെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോവും. നല്ലപോലെ നോക്കിക്കൊള്ളണം. വൈകുന്നേരം ഞാൻ വന്ന് കൊണ്ടുപോയിക്കൊള്ളാം. ഇവിടെ വേറെ ആരെങ്കിലും? ഇല്ല, വൈകിട്ട് 6 മണിക്ക് ഒരു കൂട്ടർ വരും. ആ, 5 മണിക്ക് ഞാൻ ഇവിടെ എത്തും. ഡാഡിയോട് വിവരം പറയരുത്. ഇല്ല. ഏതാ മുറി? മുകളിലത്തെ മുറി തുറന്നിട്ടിരിക്കുക. വാ. ഇവിടെ ഒന്നും പേടിക്കാനില്ല. നീ ഇവിടെ ഇരുന്നു. എനിക്ക് എന്നെ കുറിച്ചല്ല വിഷമം. എന്റെ ഡാഡി കരയാകടി. നിന്റെ ഡാഡിക്കൊന്നും സംഭവിക്കില്ല. ഇന്ന് വൈകുന്നേരം 5 മണി വരെ നീ ഇവിടെ നിൽക്കണം. ഒന്നും പേടിക്കണ്ട. ഹിയർ യു ആർ സേഫ്. നിങ്ങൾ പോട്ടെ. ആരെങ്കിലും ഒരാള് എന്റെ കൂടെ നിൽക്കും. അത് ശരിയാവില്ലടി. ഇപ്പൊ നിന്ന് മാത്രമാണ് പോലീസിന് സംശയം. ഒരാളെ കൂടി കാണാതായാൽ അയാളെ സംശയിച്ചാലോ? ആകെ കുഴപ്പമാകും. നീ ഒന്നും പേടിക്കണ്ടടി. വിഷമിക്കാതെടി. പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരാള്. ആ, രമ മതി. കൂടുതൽ ആളുകൾ കുഴപ്പമാ. 5 മണിക്ക് ഇവിടെ എത്തണം. ഞാൻ വരാം. പോട്ടടി മോളെ. വരട്ടെ. വരട്ടെ. എന്താ ഉണ്ടായി? വാ, ഇവിടെ ഇരിക്കൂ. നിമ്മി, ഛെ, എന്താ ഇത്? കരയരുത്. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാമല്ലോ. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കേ. ആ, ഇനി പറ, എന്താ കാര്യം? അറിഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു അറിഞ്ഞിട്ടാ വന്നേന്ന്.
അതോ? അതൊന്നും സാരമില്ല. സാരമില്ലെന്നോ? എന്നെ തിരക്കി പോലീസ്? ആ, അത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഓടി വന്നത്. ഈ പോലീസും ഇതുമൊക്കെ എന്താ കാരണം? പിന്നെ അറിഞ്ഞെന്ന് പറഞ്ഞതോ? അറിഞ്ഞു, എന്നാലും അതിന്റെ ഡീറ്റെയിൽസ് കിട്ടണമല്ലോ. ആ ബാങ്ക് റോബറിയുടെ കാര്യത്തിന്? അത് നിന്റെ ഡാഡിയാണല്ലേ? അല്ല, എന്നെയാണ് പോലീസിന് സംശയം. വെറും സംശയമല്ലല്ലോ. എന്താ ഇത്? സത്യം എന്താ? എന്നെയും എന്റെ കൂട്ടുകാരെയും ഒക്കെ പോലീസിന് സംശയമാണ്. ആരാ എടുത്തത്? എങ്ങനെയാ സംഭവിച്ചത്? പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. സുനിൽ, പറയൂ. ഞങ്ങൾ 4 പേരും കൂടിയാണ് അത് ചെയ്തത്. ഞാനും പിന്നെ പ്രിയ, രമ, റാണി. ഞങ്ങൾ 4 പേരും വലിയ കൂട്ടുകാരായിരുന്നു. ക്രൈം ത്രില്ലർ, ചേസ്, അഗത ക്രിസ്റ്റി, കോണൻ ടോയ് എല്ലാം ഞങ്ങൾക്ക് ഭ്രാന്തായിരുന്നു. ഞങ്ങൾ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ഡിക്റ്റൻസ് ഫോ എന്നൊരു ക്ലബ്ബ് തന്നെ ഉണ്ടാക്കി. ഓരോരുത്തരും ഓരോ പുസ്തകം വാങ്ങും, അത് മാറി മാറി വായിക്കും. വീഡിയോയിൽ ധാരാളം ക്രൈം ത്രില്ലേഴ്സ് കാണും. പോലീസ് പിടിക്കാതെ ഒരു കുറ്റം ചെയ്യണമെന്ന് തോന്നി, വെറുതെ ത്രില്ലിന് വേണ്ടി. അപ്പോഴാണ് യൂത്ത് ഫെസ്റ്റിവലിന് പ്രോഗ്രാം തരപ്പെട്ടത്. ഫോറിനിൽ പോകുമ്പോ കുറെ പണം വേണമല്ലോ. വീട്ടിൽ നിന്ന് കുറച്ചല്ലേ കിട്ടൂ. അതുപോരാ, നമുക്കൊരു വലിയ എമൗണ്ട് ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാ ഹ്യൂജ് എമൗണ്ട്. എത്ര വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. ഇതില് സഹായിക്കുമെങ്കിൽ ഞാൻ എങ്ങനെ സഹായിക്കാനാ? പറയാ മതി മോളെ. 4 പെൺകുട്ടികൾ ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരു ഇംഗ്ലീഷ് പടം. അതിലുണ്ടൊരു ബാങ്ക് മാനേജറുടെ മോള് എന്നെ പോലെ. അവൾക്കൊരു കാമുകനും. അയാൾ നിങ്ങളെപ്പോലെ നല്ലവനല്ല, വില്ലനാണ്. എന്നിട്ട് ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കി. ആ മൂവിയുടെ കാസറ്റ് വീണ്ടും വീണ്ടും കണ്ടു. കണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കാൻ അവർ കീ എടുക്കുന്നത് ഗ്ലൗസ് ഉപയോഗിച്ചാണ്. എങ്കിൽ ഗ്ലൗസ്. പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വേഷം ധരിച്ചിട്ടായിരുന്നു ബാങ്ക് കൊള്ള. അവരൊരു ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ ഇരുന്നായിരുന്നു കാര്യങ്ങൾ ആലോചിച്ചത്. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. ബാങ്ക് കൊള്ളയെടുത്തിട്ട് ഞങ്ങൾ ലോഡ്ജിൽ എത്തിക്കൂടി. എല്ലാവരും വസ്ത്രം ഒരുങ്ങി ഒരിടത്തിട്ടു. ലബോറട്ടറിയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ആസിഡ് ഒഴിച്ച് അത് നശിപ്പിച്ചു. നിങ്ങൾ 4 പേരാണല്ലേ? പിന്നെ 5 പോലീസ് വരുന്നത്? അത് അവർക്ക് തെറ്റിയതാ. വീഡിയോയിൽ ഒന്നും ക്ലിയർ അല്ലല്ലോ. വല്ല മുഴുവനോ മുറ്റോ കണ്ടു കാണും. നിന്നെ പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. വെള്ളം വേണം? ദാഹിക്കുന്നു. ഞാൻ കൊടുത്തരാം. ആ, നിങ്ങളെടുത്ത പണം ആരുടെ കയ്യിലാ? நல்ல செலக்ஷன். മധു, നീ 8 മണിക്കല്ലേ വരാമെന്ന് പറഞ്ഞത്? சரியான நேரத்துல தான் வந்திருக்கேன். யார எங்க அனுப்பணும்னு அந்த கடவுளுக்கு தெரியும். நாம ஏற்கனவே மீட் பண்ணி இருக்கோம். இவன் தான் இன்ட்ரோடியூஸ் பண்ணா. ஐயோ பாவம், ஏன் பயப்படுற? பொம்பளைங்க கிட்ட அன்பா பழகுறதுல அவனை விட நான் ரொம்ப பெட்டர். ஒரு வாட்டி ட்ரை பண்ணுவோமா? നീ വാ, ഒരു കാര്യം പറയട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എവിടെയും പോകണ്ടെന്ന്? മമ്മി, ഞാനൊരു ഫ്രണ്ടിനോട് വേണ്ട, ഇന്ന് എവിടെയും പോകണ്ട. മമ്മി, ഐ പ്രോമിസ്. നാളെയോ മറ്റോ കണ്ടാൽ മതി. അത്രയ്ക്ക് ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമൊന്നും അല്ലല്ലോ. വളരെ അത്യാവശ്യമാണ് മമ്മി. എന്ത് അത്യാവശ്യം? അങ്ങനെ ഒരു ആവശ്യമാണെങ്കിൽ നീ ഫോൺ ചെയ്യും. അവർക്ക് ഫോണില്ല മമ്മി. നിനക്കറിയാലോ, നിന്റെ കൂട്ടുകാരി ഒളിവിലാണ്. അവളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. അതിനടക്കാൻ നിന്റെ ഒരു ഊരെത്തിച്ചതേ. പോ, കേറിപ്പോ.
എന്താ മമ്മി ഇത്? പോടി. ஃபாரின் ஜின்னு கின்னு இருக்கும். இன்னும் குறைச்சு கூட ஊத்துற. அந்த பொண்ணுக்கு டக்குன்னு கிக்க வர வேணாம். உங்க அப்போட சொத்தா குறைஞ்சு போச்சு. அது வேணாம், காரமாயிடும். என்ன செட்டப்டா. சீக்கிரமா ரெடி பண்ணு. എനിക്ക് പേടിയാവുന്നു. എന്തിന്? ഒന്നും പേടിക്കണ്ട, കുടിക്ക്. നിമ്മി, ആ പണം എവിടെ വെച്ചിരിക്കുന്നു പറഞ്ഞില്ലല്ലോ. അത് മാത്രം ഞാൻ പറയില്ല. എന്നെ കൊന്നാലും എന്റെ കൈ തന്നെ. അങ്ങനെ വെച്ചോളൂ. ദേ, മധുവോ മറ്റോ ചോദിച്ച ബാങ്ക് റോബറിയെ കുറിച്ചോ പണത്തെ കുറിച്ചോ ഒന്നും പറയരുത്. അയാൾ വീണ്ടും വരുമോ? വരില്ല, ഞാൻ അയാളെ പറഞ്ഞു വെച്ചു. പിന്നെ അയാൾ ചോദിച്ചാലോ എന്ന് പറഞ്ഞത്? അത് പിന്നെ എപ്പോഴെങ്കിലും അയാൾ ചോദിച്ചാലോ ഒന്ന്. കുടിക്കേ. ലൈൻ കൂടില്ല, ലൈൻ ഇത്തിരി കൂടിപ്പോയി. കുടിച്ചോ, ക്ഷീണം മാറും. സുനിൽ, എനിക്കെന്തോ വല്ലാതെ തല കറങ്ങുന്ന പോലെ. ക്ഷീണം കൊണ്ടാ. ഒരു ഗ്ലാസ് കൂടി. വേണ്ട സുനിൽ, വേണ്ട. തലയിറക്കം മാറും. ഇതുകൂടെ കുടിക്കേ. കുടിക്കേ. Sunil, I believe you. I trust you. കിടക്കണം, ഉറക്കം വരുന്നു. കിടന്നോളൂ. സുനിൽ, எங்க தலைய காணா? முதல்ல பார்த்ததை விட மயக்கத்துல ரொம்ப அழகா இருக்கா. இந்த நிலைமையில சுனிலா இருந்தா என்ன, மதுவா இருந்தா என்ன, வேற எவனா இருந்தா என்ன, எல்லாம் ஒண்ணுதான். கொஞ்சம் ஏந்திருக்கிறியா பார்ட்னர்? நீங்க வராம இருந்தா நல்லா இருக்கும். என்ன? நான் தான் இந்த வரேன். Sweet girl.
നിന്നെ ഞാൻ കൊല്ലും. അങ്ങനെ സംഭവിച്ചു. നീ പോലീസിൽ പോന്നോ അതോ ഞാൻ അവരെ വിളിക്കണോ? രണ്ടും വേണ്ട. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വന്നാൽ ആദ്യം അകത്താകുന്നത് നീ നിന്റെ കൂട്ടുകാരികളുമായിരിക്കും. നിങ്ങൾ 4 പേരും കൂടിയല്ലേ ബാങ്ക് കൊള്ള ചെയ്തത്? നിമ്മി എന്നോടെല്ലാം പറഞ്ഞു. സാറല്ലേ? ഉണ്ട് സർ. നിമ്മിയുടെ ശവം കടപ്പുറത്തടിഞ്ഞു. അറിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അറിഞ്ഞിടത്തോളം ഇറ്റ് ഇസ് മർഡർ. അതെ സർ, സംശയമില്ല. അവളുടെ കൂട്ടുകാരികളെ രമയെയും റാണിയെയും ചോദ്യം ചെയ്തു. എന്തെങ്കിലും എവിഡൻസ്? നോ. അവിടെ ബീച്ചിനടുത്തൊരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ടല്ലോ, അതും അവിടെ വരുന്നവരുമെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. സർ, പ്രിയയും നിമ്മിയും വലിയ അടുപ്പത്തിലായിരുന്നല്ലോ. യെസ്. ഇതറിഞ്ഞതോടെ പ്രിയ ആകെ അപ്സെറ്റാ. അവൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല. അവർ തമ്മിൽ ഇത്രയും അടുപ്പമായ സ്ഥിതിക്ക് ഓ, അവളെ കൂടെ ചോദ്യം ചെയ്യണമായിരിക്കും. സർ. ഓ യെസ്, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ഞാനത് ഒരിക്കലും തടസ്സപ്പെടുത്തില്ല. നിമ്മി അവളുടെ ഡാഡിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. നിമ്മിക്ക് ഒരു ലവർ ഉണ്ടല്ലോ, സുനിൽ. അയാളെ കുറിച്ച് നിമ്മി എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ? ഇല്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി. നിമ്മിയുടെ മരണം സുനിലുമായി ബന്ധമുണ്ടെന്ന് തോന്നാവുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചെറിയ സംഭവമെങ്കിലും പ്രിയക്കറിയാവോ? അറിഞ്ഞൂടാ. അറിഞ്ഞോന്ന് പറഞ്ഞാൽ? അറിഞ്ഞൂടാ, അത് തന്നെ എന്റെ അർത്ഥം. ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? പോട്ടെ, ഇതെന്റെ ജോലിയുടെ ഒരു ഭാഗമാണ്. See, I'm worried. Terribly worried. നിങ്ങളുടെ ഈ ചോദ്യം, ഉത്തരം ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ? സോറി, കരയാതെ. എനിക്കറിയാം പ്രിയയുടെ വിഷമവും ദുഃഖവും. പക്ഷേ പ്രിയയ്ക്ക് എന്തെങ്കിലും വിവരം തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മരണത്തിന് പിന്നിൽ സുനിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിക്കൂടെ? ഇവളാണ് ബാങ്ക് റോബറി ചെയ്തത്. ഇവളും പിന്നെ ഇവളും. പ്രിയ എന്ത് പറയുന്നു? ഇല്ല, സുനിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവളോട് മറ്റാർക്കെങ്കിലും അടുപ്പമുണ്ടായിരുന്നു? എനിക്കെങ്ങനെ അറിയാം? ചിലപ്പോ പ്രിയ പറയുന്ന ഒരു വാക്കിൽ നിന്നായിരിക്കും ഞങ്ങൾ തെളിവ് തേടി പിടിക്കുന്നത്. വിഷമിക്കണ്ട, റിലാക്സ്. എന്നിട്ട് പറഞ്ഞാൽ മതി. എന്ത് പറയാനാ? എല്ലാം പറയണം. പ്രിയക്കറിയാവുന്നതൊക്കെ. എനിക്കൊന്നും അറിഞ്ഞൂടാ. സോറി, ഞാൻ പിന്നെ വരാം. സർ, പ്രിയയുടെയും മറ്റും കൂടെ യൂത്ത് ബസ്സിൽ പോകാനിരുന്നില്ലേ ഒരു രമ? ഞാൻ അറിയും. ഗോവിന്ദന്റെ മകൾ. ആ കുട്ടി? ഐ ഹാവ് സം ഡൗട്ട് സർ. ആ കുട്ടിയുടെ പേരിലോ? ദിസ് മർഡർ ഇസ് കണക്റ്റഡ് വിത്ത് ബാങ്ക് റോബറി.
ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം. ആർ യു ഷുവർ? യെസ്. നിന്നെ മരിച്ച അന്ന് ഞാൻ ആ കുട്ടിയെ സംശയിക്കാവുന്ന ഒരു ചുറ്റുപാട്. ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയിരുന്നതാ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്നിട്ട് ഫ്രണ്ടിനെ കണ്ടില്ല. വഴിക്ക് ടാക്സി കേടായി. അതാ നടന്നു പോവാന്ന് വെച്ചേ. വീട്ടിലേക്കാണോ? അതെ. കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം. സർ. അച്ഛൻ എയർപോർട്ടിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് എന്താ തിരിച്ചു വന്നത്? എന്താ അച്ഛ? അച്ഛനെന്താ വല്ലാതെ? എന്താ ഇങ്ങനെ നോക്കുന്നത്? കരയുന്നത് എന്തിനാ? വീഴുവായിട്ട് എന്തെങ്കിലും? അവനൊന്നും പറ്റിയില്ല. അവനിപ്പോ എത്തും. അപ്പോഴാണല്ലോ ഇത്. അവനിതെങ്ങാനും അറിഞ്ഞാലോ മോളെ? എന്ത്? അച്ഛൻ എന്താ ഈ പറയുന്നത്? ഒരിക്കൽ പോലീസുകാർ വന്ന് ചോദിച്ചിട്ട് പോയി. ഇപ്പൊ രണ്ടാമതും അവര് വരുന്നു നിന്നെ അറസ്റ്റ് ചെയ്യാൻ. പുറത്ത് എല്ലാവരുടെ നാവിൽ ഇത് തന്നെ. എന്താ മോളെ കേൾക്കുന്നത്? ആ കുട്ടിയുടെ മരണത്തെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും? രമയില്ല എവിടെ? ഇല്ല. എവിടെ പോയി? അത് പിന്നെ കള്ളം പറയരുത്. ഉണ്ട്. എന്റെ പൊന്നു സാറേ, എന്റെ കുഞ്ഞിതൊന്നും അറിഞ്ഞതല്ല. രമയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. കുറെ വിവരങ്ങൾ അറിയാനുണ്ട്. എന്റെ കുഞ്ഞ് അവളൊരു പാവമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. മറ്റെന്തോ ആണ്. നിന്നിയുടെ മരണം, പിന്നെ ബാങ്ക് റോബറി, ഇതേക്കുറിച്ച് എല്ലാം അവൾക്കറിയാം. ചോദിച്ചാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവൂ. വിളിക്കൂ. അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ വരുന്ന ദിവസമാണെന്ന്. അതിന് കേസും കാര്യം അന്വേഷിക്കണ്ടേ? ഈ കേസും കൂട്ടവും എന്റെ കുഞ്ഞിന്റെ ഭാവി. നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. അവളെ ഒന്നും ചെയ്യില്ല. അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കുറ്റം ചെയ്യാത്തവർ എന്തിനു പരിഭ്രമിക്കുന്നു? വിളിക്കൂ അവളെ. മോളെ രമേ, രമേ, മോളെ രമേ, വാതിൽ തുറക്കൂ. എന്തിനാ നീ ഒളിച്ചിരിക്കുന്നത്? എനിക്കറിയാം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഇറങ്ങി വന്ന് ഇവരോട് പറയൂ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. മോളെ വാതിൽ തുറക്ക്. മോളെ രമേ, മോളെ. എന്റെ പൊന്നു മോളെ. എന്റെ മോളെ. ഈ പയ്യനാണ് അവളെ കല്യാണം കഴിക്കാൻ തരുന്നത്.
പിടിച്ചു നടന്നവരെ കുരുതി കൊടുത്തു. ഞാനാണത് ചെയ്തത്. നിന്നോട് കുരുങ്ങില്ലെന്ന് ഓർത്തിട്ടാണ്. ഇല്ലെങ്കിൽ രാജുവിനോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞേനെ. പോലീസിൽ സറണ്ടർ ആയനെ. എന്റെ കാര്യം കള. എനിക്ക് ആരാ ഉള്ളത്? റിട്ടയറായ ഒരമ്മ. നമുക്ക് രണ്ടുപേർക്കും കൂടി സറണ്ടർ ആകാമെന്ന് വയ്ക്കും. അപ്പോഴും വേറെ പ്രശ്നമില്ലേ? നിന്റെ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് ഡാഡിയുടെ പ്രസ്റ്റീജ്, ഉദ്യോഗം, ഇതൊക്കെ. ആ പണം എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലോ? അത് പോലീസിന് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു തെളിവായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും we will face it. എന്താ ഡാഡി? ഒന്നുമില്ല മോളെ. പിന്നെ എന്തിനാ ഡാഡി എന്നെ എങ്ങനെ വാച്ച് ചെയ്യുന്നത്? എന്തിനാ നീ ഇതൊക്കെ മനസ്സിൽ വിളിക്കുന്നത്? എന്തായാലും നിനക്കെന്നോട് തുറന്നു പറയാമല്ലോ. ഡാഡി എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ ഉദ്ദേശിക്കുന്നത് തന്നെ. എത്ര കാലം ഇതൊക്കെ വിളിക്കാൻ കഴിയും? പ്രത്യേകിച്ച് ഈ വീട്ടിൽ, എന്റെ മുമ്പിൽ. വൈകുന്നേരം വരെ സമയം തരുന്നു. ഞാൻ മടങ്ങി വരുമ്പോ നീ തന്നെ അതിനോട് പറയുന്നതാ നല്ലത്. വല്ലാത്ത ക്ഷീണം. എനിക്കും കൂടി ഒരു സ്മാൾ. இத போடு, சூடு குறைஞ்சிரும். ஐஸ் போட்டுக்க. ராவாடி. ആമാ എങ്ങ പോയിരുന്ന? വെറുതെ സുനിലുമായിട്ടൊന്ന് കറങ്ങി. வெளியே போனாலும் சரி, சுத்தினாலும் சரி, ஆனா அதுக்கு மேல எதுவும் நடக்காம பாத்துக்க. എന്താ? எனக்கு தெரியாம நீங்க ரெண்டு பேரும் சேர்ந்து ஏதோ ரகசியங்கள். അയ്യോ, അങ്ങനൊന്നുമില്ല. இல்லாம இருந்தா சரி. பேங்க்ல கொள்ளடிச்ச பணம் எங்க இருக்குன்னு உனக்கு தெரிஞ்சா என்கிட்ட சொல்லணும். This is not a request, it's an order. அந்த பணத்தை எனக்கு தெரியாம நீங்க எடுத்துட்டு போலாம்னு நினைக்காதீங்க. உங்க ரெண்டு பேருடைய பாஸ்ட் ரொம்ப டேஞ்சர். நடந்தெல்லாம் ஞாபகம் இருக்குல்ல? போலீஸுக்கு தெரிஞ்சா. നിങ്ങളല്ലേ ഞങ്ങളെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത്? ஆமா, நான் அதுலயும் தப்பிச்சுக்குவேன். சட்டம் என்ன ஒண்ணும் செய்யாது. நீங்க தான் மாட்டிக்குவீங்க. എങ്ങോട്ടാ? ഇന്ന് അമ്പലത്തിൽ വിശേഷാൽ പൂജയുണ്ട്. അമ്പലത്തിൽ കുറെ കഴിഞ്ഞ് പോയാ മതി. നിന്റെ മോളെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താ? നിനക്കെന്തെങ്കിലും അറിയാമോ? ഇല്ല. അവളൊരു വലിയ കേസിലെ പ്രതിയാണ്. കേസോ? പ്രതിയോ? നിങ്ങൾ എന്താ പറയുന്നത്? നീ അവളെ വിളിക്കേ. പ്രിയേ, പ്രിയേ. കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്കെന്താ? പറയൂ. ഒന്നുമില്ല ഡാഡി. ഒന്നും ഒളിക്കരുത്. ആദ്യമൊക്കെ എനിക്കും സംശയമായിരുന്നു. ഡാഡി, എനിക്കറിയാം എത്ര കാലം ഇതൊക്കെ വിളിക്കാൻ പറ്റും. ഒരാളെ പിടികൂടി, അയാൾ കുറ്റം സമ്മതിച്ചു. നീയും കൂടി പ്രതിയാണെന്ന് മനസ്സിലായി. ഡാഡി, ഞാനത് ഒരു തമാശയ്ക്ക് വേണ്ടി. തമാശയ്ക്കോ? ഇതാണോ തമാശ? നിന്റെ ജീവിതത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ ഇത്? ഡാഡി, അത് വേണ്ട, ഒന്നും പറയണ്ട. പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. രാജുവിന്റെ മുമ്പിൽ സറണ്ടർ ആവുക, അതേ ഉള്ളു ഇനി രക്ഷ. ഞാനും അത് ആലോചിക്കായിരുന്നു ഡാഡി. യെസ്, എങ്കിലതിന് സമയമായി. ഞാനിന്ന് രാജുവിനെ വിളിച്ച് ചോദിച്ചു. അയാൾക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു. നല്ല പയ്യനാ. നിന്റെ സെലക്ഷൻ കൊള്ളാം. അയാളെ സണ്ണിൻലോ ആയി കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചിരുന്നു. കൊള്ളാം. ഇതായിരുന്നു കാര്യം. കേസെന്ന പ്രതിയെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ. ഇന്ന് നമ്മൾ 3 പേരും കൂടെ അമ്പലത്തിൽ പോന്നു. എന്റെ മോൻ
കവർച്ചക്കാരിയെ പോലെ ഓടി നടന്ന പെണ്ണല്ലേ? പോലെയെന്നല്ല, കവർച്ചക്കാര് തന്നെ അല്ലേ? ആ ബാങ്ക് കവർച്ച. പ്രിയേ, യുനോ, ഈ വിവാഹം ഈസ് എൻ ആക്ടിംഗ്. നിന്നെ തൊണ്ടിയോടെ പിടികൂടാൻ ഒരു സൂത്രമാണിത്. ഇതല്ലേ ആ പണം? പ്രിയേ, എന്താ നിനക്ക്? ഒന്നുമില്ല, ഇരിക്കെ. എന്റെ വിവാഹം ഏതാണ്ട് തീരുമാനിച്ച പോലെയാണ്. ആരുമായിട്ട്? രാജുവായിട്ട്. നീ എന്തോന്നും മിണ്ടാത്തത്? ഒരു കണക്കിൽ അത് നടത്തുന്ന നല്ലത്. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്തായി പറയുന്നത്? അറിയാം, ആ പണം ഉള്ളതുകൊണ്ട് തന്നെ നീ രാജുവിന് വിവാഹം ചെയ്യുന്നതാണ് നല്ലത്. മണിയറയിലെ ഒരു കുറ്റസമ്മതം, അത് ചിലപ്പോ നമ്മളെ രണ്ടുപേരും രക്ഷിച്ചേക്കും. അച്ഛനായാലും ഭർത്താവായാലും ആരായാലും കാക്കിയുടുപ്പിനുള്ളിൽ സെന്റിമെന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കരുത്. അവർക്ക് നിയമത്തിന്റെ ഭാഷയെ മനസ്സിലാവൂ. അതങ്ങനെ തന്നെയാണ് വേണ്ടതും. റാണി, റാണിയല്ലേ ദേവകി ടീച്ചറുടെ മോള്? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല, എന്റെ പേര് ജമീല. ഇവിടെ ആദ്യോ. മെഡിക്കൽ ചെക്കപ്പിന് വന്നിട്ട് ടീച്ചർ പോയോ? അമ്മയെ യാത്ര അയച്ചിട്ട് വരികയാണ്. ദേവകി ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. കേറൂ, ഹോസ്റ്റലിലേക്കല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, താങ്ക്സ്. കേറൂ, മഴ വരുന്നു. വരൂ. ഇനിയിപ്പോ റാണിക്ക് പരിചയമായല്ലോ. ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. വഴിക്ക് എന്റെ വീട്ടിലൊന്ന് ഇറങ്ങിയിട്ട് പോ. വരൂ. ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോ. എന്നെ മനസ്സിലായി. ഐ ആം സുനിൽ. ആ പണം ആരുടെ കയ്യില? പറയടി, ആ പണം എവിടെ?
ഇവരുടെ കയ്യിൽ പണമില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞു. പിന്നെ ആരുടെ കയ്യിലാണ് പണം? സംശയമുണ്ടോ? പ്രിയയുടെ കയ്യിൽ. ആരാടാ അത്? കരഞ്ഞത് എന്താ മോളെ കാര്യം? റാണിയുടെ വിധി അങ്ങനെ പോയി. കരയരുത് മോളെ. എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞു. ബാങ്ക് റോബറി, പിന്നെ കൊലപാതകം. ഇതൊക്കെ ഇയാളിൽ നിന്നേ അറിയാൻ കഴിയും. എങ്ങനെയെങ്കിലും ഇയാൾ ജീവൻ രക്ഷിക്കണം. എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. சூனியலுக்கு எப்போ மயக்கம் தெளியும் போலீஸ் காத்துக்கிட்டு இருக்காங்க. அவனுக்கு நினைவு வந்தா அப்புறம் உண்மை அவன்கிட்ட இருந்து கறந்துருவாங்க. ராணிய கொன்னதுல உனக்கும் ஷேர் உண்டு. அது போலீஸுக்கு தெரியும்.
தெரிஞ்சா ஆ, அப்புறம் போலீஸ் தேடிட்டு இருக்கிற தெளியப்படாத எத்தனையோ கேஸ்களை அவங்க கண்டுபிடிச்சிருவாங்க. എന്നെ രക്ഷിക്കണം. ஆமா, அந்த பணம் யார்கிட்ட இருந்தது? ராணிகிட்ட இருந்ததா? അല്ല, பின்ன പോലീസിന്റെ കയ്യിൽ നിന്ന് എന്നെ நிச்சயமா. கீதா, நீ ஒண்ணும் கவலைப்படாத. நாம 2 பேரும் தப்பிச்சுக்கலாம். துபாய்க்கு எங்கேயாவது ஓடிடலாம். பணம் எங்க இருக்கு சொல்லு, அப்பதானே பிளேன் டிக்கெட் வாங்க முடியும். എന്നെ എന്നെ ചതിക്കരുത്. இந்த விஷயத்துல மத்தவங்கள விட என்ன நீ நம்பலாம். പണം പ്രിയയുടെ കയ്യിലാണ്. யாரு? எஸ்பியுடைய அம்மாவா? பிரியாவா? ആ പണത്തിൽ പകുതി എനിക്ക് തരണം. டெஃபினட்டா. ഹലോ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഡോക്ടർ പയ്യല്ലേ? ഒന്ന് കൊടുക്കൂ. ഡോക്ടർ, സുനിൽ എങ്ങനെയുണ്ട്? ஓஹோ, தேங்க்யூ. சுனிலுக்கு சாயந்தத்துக்குள்ள மயக்கம் தெளிஞ்சிருமா? அப்படி தெளிஞ்சது போலீஸ் கிட்ட எல்லா உண்மையும் சொல்லிடுவான். ഇനി എന്ത് ചെയ്യും? சொல்றதுக்கு என்ன இருக்கு? ஒரே ஒரு வழிதான் இருக்கு. എന്താ? சொல்றேன். நான் சொல்ற மாதிரி நீ செஞ்சா அது போதும். ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. என்ன, நான் சொன்ன மாதிரி செஞ்சிட்டியா? ഇഞ്ചക്ഷൻ കൊടുത്തപ്പോ ഒന്ന് പിടച്ചു, അത്ര തന്നെ. ஆள் க்ளோஸா இல்லையா? ഷുവർ, നോ ഡൗട്ട്. அப்பாடா, முதல்ல செலிப்ரேட் பண்ணுவோம். தா சாப்பிடு. சியர்ஸ். Cheers. குடி. എന്താ ഇത്? എന്താ ഇത്? എനിക്കെന്തോ വല്ലാതെ ശരീരം തളരുന്നു. இட்ஸ் குவைட் நேச்சுரல். എനിക്ക് വയ്യ മധു, വയ്യ. எனக்கு தெரியும் உனக்கு இப்படி ஆகும். മധു, വേറൊരു ഡോക്ടറെ. அதெல்லாம் ஒண்ணு வேணாம். டாக்டர்லாம் வேஸ்ட். அவங்க வரதுக்குள்ள உன் கதை பினிஷ். അപ്പോ നിങ്ങൾ എനിക്ക് തന്നത് இதுதான். ഞാൻ ഹോസ്പിറ്റലിലേക്ക്. ஏய், ஓடாத. 2 அடி எடுத்து வைக்கிறதுக்குள்ள செத்து போயிடுவேன். உட்காந்து ரெஸ்ட் எடு, நிதானமா சாவலாம். காலு தளருது, மூச்சு திணறுது. இனிமே நீ அசையவே முடியாது. இப்போ ஓடு. கீதா, எனக்கு தெரியாம நீயும் சுனில் அந்த பணத்தை அடிச்சிட்டு போலான்னு பாத்தீங்கல்ல? நீ அவனுக்கு கொடுத்த அதே விஷத்தை தான் உனக்கும் கொடுத்த. ஆனா டோஸ் கொஞ்சம் கம்மி.
அந்த பணத்தை சொந்தம் கொண்டாட ஒரு ஆள் போதும். அது நான் தான். மை டியர் ரீதா, நீ ஒன்னும் ஃபியூ செகண்ட்ஸ்ல சாவ போற. ஓமன், உன்னோட கடைசி பூஜையெல்லாம் என்னால செஞ்சு வைக்க முடியாது. ஆனா உன் கல்லறையில மார்பிள் ஸ்டோன்ல கிராஸ் செஞ்சு வைக்கிறேன். The name of the Father, Son of Holy Ghost. உன் ஆத்மா சாந்தி அடையட்டும். സ്നേഹിതരെ, നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. എന്റെ മകൾ പ്രിയയും രാജുവും തമ്മിലുള്ള വിവാഹം നിങ്ങളുടെ എല്ലാ അനുഗ്രഹാശിസുകളോടെ അടുത്ത മാസം 5-ാം തീയതി നടത്താമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതൊക്കെ വെറുതെ ഒരു ബോധ്യപ്പെടുത്തൽ മാത്രമാണ്. സൊസൈറ്റിയുടെ ഒരു ചടങ്ങ്. വിവാഹം മനസ്സിന്റെ പൊരുത്തത്തിലാണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു രഹസ്യം ഉണ്ടായിരിക്കരുത്. ഇദ്ദേഹം എല്ലാം എല്ലാം അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് വായിക്കാൻ കഴിയണം. മനസ്സ് ഒരു മറ, അതൊരിക്കലും വരുത്. ഓ, ഉഡ്ബിമേ சொல்லுകയാണല്ലേ? അതിനി എത്രയോ സമയമുണ്ട്. വാ. எக்ஸ்கியூஸ் மீ பிரியா, ஐ அம் மது. நான் உன்னை ட்ரபிள் பண்ண வரல. I want to talk to you. Follow me. பேங்க்ல ராபரி செஞ்ச பணம் உன்கிட்ட தான் இருக்குன்னு எனக்கு நல்லாவே தெரியும். ബാങ്ക് റോബറി செய்யலன்னு சொல்ல போறியா? நீ தான் செஞ்ச. அவ்வளவு பணமும் உன்கிட்ட தான் இருக்கு. அதை என்கிட்ட கொடுத்தா நீ தப்பிச்சுக்கலாம். இல்ல உங்க அப்பாவுடைய கௌரவம், வேலை எல்லாம் ஒரே நிமிஷத்துல தூளாயிடும். இந்த கல்யாணம் நின்னு போயிடும். நீ ஒன்னும் கவலைப்பட வேணாம். பணத்தை என்கிட்ட கொடுத்தா ஒரு 3 இல்ல 4 லட்சமா கொடுத்து ஒரு ப்ரொஃபஷனல் கிரிமினலை புடிச்சு குத்தத்தை அவன் செஞ்சதா ஒத்துக்க சொல்லுவேன். அவன் உனக்காக ஜெயிலுக்கு போவான். நீதி பணத்தை நான் எடுத்துக்குவேன். நீ தப்பிக்கிறதுக்கு ஒரே வழி இதுதான். என்ன சொல்ற? നിങ്ങൾ നാളെ വരൂ, പണം തരാം. நோ 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 நோ, இட் இஸ் நாட் சேஃப். நான் இருக்கிற இடத்துக்கு நீ வா. தேங்க்யூ. பணத்தோட வா. டைம் நான் போன் பண்ணி சொல்றேன். Yes, come in. എന്താ മുരളി? സർ, ആ കേസ് ഏത് കേസ്? ബാങ്ക് റോബറി. വാട്ട് ഈസ് ദ റിസൾട്ട്? പറയാൻ ബുദ്ധിമുട്ടുണ്ട്. വൈ? അതിന്റെ പിന്നിൽ ഒരു വലിയ ആളാണുള്ളത്. പറയൂ, ആരാണെങ്കിലും. ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു വലിയ വ്യക്തി. അതെയോ? അതെ സർ. ആരാണ് അയാൾ? എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട് സർ. ഹലോ, ഞാനാ പ്രിയ. ரியா, ஐ எம் மது ஸ்பீக்கிங். இன்னும் புறப்படலையா? ഇതാ പുറപ്പെട്ടു. சீக்கிரம் வா.
ബാങ്ക് റോബറിയെ കുറിച്ച് എന്തെങ്കിലും വിവരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് 2 കുട്ടികൾ മരിച്ചല്ലോ. അതിലൊരു കുട്ടിയെ ആരോ തല്ലിക്കൊന്നതല്ലേ? അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു സ്ഥിരം മറുപടിയാണല്ലോ. സാർ, അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം എത്ര നാളായി തുടങ്ങിയിട്ട്? എന്തെങ്കിലും തീരുന്ന ലക്ഷണമുണ്ടോ? എനിക്കറിയാം, നിങ്ങളുടെ ഈ അന്വേഷണം ഒരിക്കലും തീരുകയില്ല. സാർ, കഴിയുന്നതും വേഗം. ഇതൊരു സ്ഥിരം എക്സ്ക്യൂസ് ആണ്. നിങ്ങൾ എന്തിനു ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പോലീസിന്റെ മാനം കെടുത്തുന്നു? അഴിച്ചു വെച്ചിട്ട് പോയിക്കൂടെ? സാർ, ഞാൻ ഏറ്റെടുത്ത ഈ ഒരു കേസ് മാത്രമാണ് ഇങ്ങനെ. അതെ, ഇത് മാത്രമേ തെളിയാതിരിക്കൂ. ഇതിങ്ങനെ നീണ്ടു പോകും. ഇല്ല സാർ, ഞാനിത് ഉടനെ തെളിയിക്കും. നോ, ആരെങ്കിലും തെളിയിക്കാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടല്ലേ രാജുവിന് പ്രിയയെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നത്? അതും ഇതുമായി എന്ത് ബന്ധം? ഒന്നുകിൽ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ട് സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും അറിഞ്ഞുകൂടെന്ന് ഭാവിക്കുന്നു. സാർ, രണ്ടും ഡിപ്പാർട്ട്മെന്റിന് അപമാനമാണ്. സാർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. നിങ്ങളുടെ മകളും കൂട്ടുകാരികളും ചേർന്നാണ് ബാങ്ക് കൊള്ള ചെയ്തത്. ആ പണം നിങ്ങളുടെ വീട്ടിലുണ്ട്. നോ സാർ. യെസ്, നിങ്ങൾക്ക് തെറ്റുപറ്റാം. പക്ഷെ ഒരു വലിയ രാഷ്ട്രത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് തെറ്റുപറ്റിയെന്ന് പറയരുത്. ഇതാണ് ആ ഫയൽ. ഇങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് സമയം എനിക്ക് തരും. ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ എന്റെ മകളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. നീ അറിഞ്ഞോ? ബാങ്ക് കൊള്ള ചെയ്തത് നിന്റെ മകളാണ്. അവളുടെ മുറിയിലായി പണം ഒളിച്ചു വെച്ചിരുന്നത്. എന്റെ മോളോ? ഇല്ല, ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല. ചെയ്തു. അതിന്റെ തെളിവായത്. അവളെവിടെ? ഞാനവളെ കൊല്ലും. എവിടെയാ അവൾ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഇല്ല, ഞാൻ വിടില്ല. മാറി വേണ്ടി. മുകളിലുണ്ട്. வச்சுட்டு போயிட்டா போதுமா? உள்ள என்ன இருக்குன்னு பார்க்க வேணாம்? ரிசர்வ் பேங்க் ஆஃப் இந்தியா. கவர்னர் கையெழுத்தெல்லாம் கரெக்டா இருக்கு. குட். ரொம்ப டயர்டா இருக்க போல இருக்கு. ஏதாவது சாப்பிட்டு போறது? வந்ததும் வராதமா போனா எப்படி? கொஞ்சம் இருந்துட்டு போறது. நீ ரொம்ப தேர்ன ஆளுதான். உன்னுடைய அழகான பூனைக்கண்ணை பார்த்தா மயங்காத ஆள் கூட மயங்கிடுவான். தொடவே இல்ல. நான் கூட உன்ன மாதிரி அழகான பொண்ணை பார்த்தா விடவே மாட்டேன். ஆம்பளைங்க தூக்கத்தை கெடுக்கிற அழகு உன்கிட்ட ஹவுஸ் ஃபுல்லா இருக்கு. இப்ப தொட்டேன்.
വാങ്ങിച്ചോ